എൻ്റെ പേര് അർജുൻ. ഞാൻ പഠിക്കുന്നത് സേക്രഡ് ഹാർട്ട് CMI പബ്ലിക് സ്കൂൾ ആണ്. ഞാൻ 10th സ്റ്റാൻഡേർഡ് 10B പഠിക്കുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കാലിലൊരു വലിയൊരു അസുഖം വന്നിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്. കഴിഞ്ഞ വർഷം ഞാൻ 9th പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞ് ഞാൻ കളിക്കാനൊക്കെ പോയപ്പോഴാണ് എൻ്റെ കാലിൽ വലിയൊരു പെയിനും സ്വെല്ലിങ്ങും കൂടി വന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റാണ്ടുള്ള വേദനയായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനു മുമ്പ് പറഞ്ഞു. എന്നാലും എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വേദനയായി. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അടുത്തുള്ള സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണത്. അപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറയുന്നത് ഇതേപോലെ ഒരു ക്യാൻസർ അസുഖമാണ്, അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വേറെ ഹോസ്പിറ്റലിലോട്ട് പോകണം, ഡോക്ടർമാരെ കാണണമെന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വലിയൊരു യാത്രയായിരുന്നു. കുറേ ഹോസ്പിറ്റൽ മാറിയാണ് ഇവിടെ ഞങ്ങൾ എത്തുന്നത്. ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഞാനിപ്പോൾ 1 ഇയറായി. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ സർജറി കഴിഞ്ഞു. ഈ ഇയർ ജൂലൈയിലാണ് എൻ്റെ സർജറി കഴിഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഡോക്ടർമാരുണ്ട്. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെയാണ് എപ്പോഴും വിളിക്കാറുള്ളത്. ഡോക്ടർ ഗംഗാര സാർ ആണ് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഗംഗാര സാർ, ഉണ്ണി സാർ, ഓങ്കോളജിയിലെ കുറേ ഡോക്ടർമാർ എല്ലാവരും എനിക്ക് ഭയങ്കര വിലപ്പെട്ട ഡോക്ടർമാരാണ്. മെഡിസിൻസും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത സ്ഥലം കീമോഡാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ടെൻഷനൊക്കെ ആയിരുന്നു, എങ്ങനെ ആയിരിക്കും ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് നല്ല അവിടുത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ സ്നേഹവും നമ്മൾ അവരോട് സംസാരിക്കുന്നതും അതൊക്കെ ഭയങ്കരമായിരുന്നു. എനിക്ക് നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു. കീമോ ഞാൻ 12 സൈക്കിൾ എടുത്തു. അങ്ങനെ 12 സൈക്കിൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓങ്കോളജിയിലേക്ക് ഓങ്കോളജി ഡോക്ടർമാരെന്നെ വയ്ക്കുന്നത്. അവിടെ എബിൻ സാറിൻ്റെ അടുത്ത് വരുന്നു. എബിൻ സാറാണ് എൻ്റെ ബയോപ്സി ആദ്യം എടുത്തത്. ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓങ്കോളജി ഡോക്ടർമാർ, ഗംഗാര സാർ, ഉണ്ണി സാർ, അവിടുത്തെ ഡോക്ടർമാരെല്ലാം അവർ ഡിസൈഡ് ചെയ്ത് എനിക്ക് സർജറി ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ സർജറി ചെയ്തതാണ് എബിൻ സാർ. എബിൻ സാറിനെ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര സന്തോഷമാണ്. എബിൻ സാറിനെ കണ്ടപ്പോൾ തുടങ്ങി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എബിൻ സാറാണ് സർജറി ചെയ്തത്. സർജറിയോടെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം തീർന്നത്. നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം നമ്മളോട് സംസാരിക്കും. നമുക്ക് എന്തെങ്കിലും വിഷമം വരുവാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പേടി വരുവാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നമുക്കൊരു റിലാക്സേഷൻ, അവർ നമുക്ക് നല്ലോണം മോട്ടിവേഷൻ തരുന്നു, എല്ലാം തരുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ കീമോളെ, ഇവിടെ കുട്ടികളെയും ഇവിടുത്തെ എല്ലാവരെയും കാണുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഹോപ്പും മോട്ടിവേഷനും കിട്ടുന്നു. കുറേ പേര് ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയവരുടെ തന്നെ നമുക്ക് കേൾക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഊർജ്ജമാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത്. നമുക്ക് ഒരു പഠിക്കാനും അസുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് നമുക്കൊരു നല്ല നില കിട്ടാനും നമുക്കൊരു ഇതാണ്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരുടെയും മുഖത്തൊരു സ്മൈൽ കാണും. നമ്മൾ സ്മൈൽ ആയിട്ട് വേണം, നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം എന്തിനേയും നേരിടാൻ. അങ്ങനെയാണ് നമ്മുടെ ഡോക്ടർമാരെല്ലാം പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുകയാണെങ്കിൽ നമുക്കത് അത്രയും പ്രശ്നമുണ്ടാകും. നമ്മുടെ മൈൻഡാണ് നമ്മളെ എല്ലാത്തിനും എത്തിക്കുന്നത്, നമ്മുടെ ടോപ്പിലെത്തിക്കുന്നത്. സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ കുറച്ച് ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര തലവേദനയും സ്റ്റൊമക്ക് പെയിനും ഒക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യായിരുന്നു. ഇതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര മനസ്സിലൊരു പേടിയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഡോക്ടർമാരെ കാണാൻ വന്നപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമ്മൾ ഇപ്പോൾ ഒരു ഹാപ്പി ആയിട്ടിരിക്കണം. നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് എൻ്റെ കാലിൽ ഈ അസുഖം വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ വിഷമം വന്നത് എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഓടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ലോണം സൈക്കിൾ ചവിട്ടുന്ന ഒരാളായിരുന്നു. സർജറി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുറച്ച് മാസത്തെ റെസ്റ്റ് കഴിഞ്ഞെങ്കിൽ എനിക്ക് സൈക്കിൾ ചവിട്ടാം, ഓടാം, എല്ലാവരും പോലെ കളിക്കാം ഒക്കെ ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഇത് വന്നാലും നമ്മൾ മനസ്സിൽ നമ്മൾ പറയണം, ഇത് നമുക്ക് പറ്റും, നമുക്ക് സ്ട്രെങ്ത് ചെയ്ത് നമുക്കിതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രശ്നങ്ങളും ജയിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു 5 മന്ത്സ് കഴിഞ്ഞു. ഞാനിപ്പം എൻ്റെ 10th ക്ലാസ്സിലേക്കുള്ള എൻ്റെ ബോർഡ് എക്സാമിന് വേണ്ടി ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് നല്ല മാർക്ക് മേടിച്ച് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റും. എനിക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്നും, എല്ലാ ഡോക്ടർമാരുടെയും കയ്യിൽ നിന്നും ഡോക്ടർമാരും എനിക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട് എനിക്ക് നല്ലോണം എക്സാം എഴുതാൻ. എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് നല്ലോണം ഈ 10th എക്സാം എഴുതി പാസ്സാകാൻ പറ്റും എന്ന്. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ ഡോക്ടർമാരുടെയും എല്ലാവരുടെയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സംസാരവും എല്ലാം എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അവരെ പോലെ പഠിച്ച് നല്ലൊരു ഡോക്ടറായി തീരണം
എന്ന് ഒരാഗ്രഹമുണ്ട്. എനിക്കത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയും വേണം.